ഹലോ. അപ്പോൾ കഴിഞ്ഞ വർഷം എക്സിബിഷൻ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം ഞാൻ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് സെറ്റായി. ഇതിഹാസം വിരചിച്ച് മുന്നേറുന്നു. അങ്ങനെ ഞങ്ങൾ എൻട്രി ടിക്കറ്റ് എടുത്ത് എക്സിബിഷൻ ഹാളിലേക്ക് കയറി. പതിവ് പോലെ തന്നെ നല്ല ചൂടും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ നടന്നെത്തിയത് ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ് ഉള്ള സ്റ്റോളിലേക്കാണ്. ഈ സാധനം നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ചോക്ലേറ്റിന് സ്മെല്ലുള്ള ബുക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടുപിടിച്ചു. ഞാനല്ല ഇവിടെ നോക്കാറുണ്ട്. അങ്ങനെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഈ സാധനം ചേച്ചിക്ക് വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് ബാംഗിൾസിന്റെ ഷോപ്പ് കണ്ടു. നമ്മുടെ ഗേൾസിനൊരു വീക്ക്നെസ് ആണല്ലോ ബാംഗിൾസ്. അപ്പോൾ ഒന്ന് നോക്കിക്കളയാന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാ. പിന്നെ മനസ്സ് സമ്മതിച്ചില്ല. അതുകൊണ്ട് ആ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ച് ഞാൻ നടന്നു. എക്സിബിഷൻ വരുമ്പോൾ എപ്പോഴുള്ള പരിപാടിയാണ് ബുക്ക് സ്റ്റാളിൽ കയറുക എന്നത്. പക്ഷെ ഇന്നേ വരെ ഒരു ബുക്ക് പോലും ഞാൻ വാങ്ങിയിട്ടില്ല. എല്ലാത്തിൻ്റെ പേര് നോക്കി വയ്ക്കും. ക്രൂരമുഖമുള്ള കൂർത്ത പല്ലുകൾ കൊണ്ട് ഏത് വേട്ടയും നടത്താൻ കെൽപ്പുള്ള ലോകത്തിലെ ഏറ്റവും ക്രൂര മത്സ്യം. കുറേ നാളെ ഞാൻ അക്വേറിയത്തിലൊക്കെ കയറിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ തന്നെ പേരിട്ടു. അങ്ങനെ എൻ്റെ അത്ര വലുപ്പമുള്ള മീനും കണ്ട് ഞാൻ അവരോട് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞിറങ്ങി. നേരെ ഞങ്ങൾ എത്തിയത് റൈഡ്സിലേക്കാണ്.